ശില്പനിർമ്മാണത്തിൽ കരവിരുത് തെളിയിക്കുന്ന ഒരു 71കാരനെ പരിചയപ്പെടാം. കോട്ടയം കുടമാളൂർ സ്വദേശി KP പ്രസാദാണ് ഈ കലാകാരൻ. നവോത്ഥാന നായകന്മാരുടെ ശില്പങ്ങൾ ഉൾപ്പെടുത്തി പ്രദർശനം സംഘടിപ്പിക്കണമെന്നാണ് ഈ കലാകാരൻ്റെ ആഗ്രഹം. കുടമാളൂർ കാഞ്ഞിരുത്തും കോട്ടയിൽ വീട്ടിൽ തനിച്ചല്ല KP പ്രസാദ്. കൂട്ടിന് ജീവൻ തുടിക്കുന്ന കുറെ ശില്പങ്ങളുണ്ട്. ശ്രീബുദ്ധനും KR നാരായണനും അടക്കം പ്രസാദിന്റെ വിരലുകളിൽ ശില്പങ്ങളായി. ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം വിരമിച്ച ശേഷമാണ് ശില്പനിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധ വെച്ചത്. പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആദ്യകാലത്തൊക്കെ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം. പിന്നെ 1980 എനിക്ക് ഡൽഹി ഗവൺമെൻറ്റിൽ ജോലി കിട്ടി ക്ലർക്കായിട്ട്. അങ്ങനെ ആ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്ന അവസരത്തിലും ഈ പറയുന്ന പുട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ക്ലേ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടൊക്കെ ഞാൻ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കൂടുതൽ ശില്പങ്ങൾ നിർമ്മിക്കണം, വിപുലമായ ഒരു പ്രദർശനം സംഘടിപ്പിക്കണം. ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രസാദ് വാചാലനാകും. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ശില്പ പ്രദർശനം, ആ നവോത്ഥാന നായകന്മാർ, അതിൻ്റെ പൂർണ്ണരൂപ ശില്പമല്ല, മ്യൂറൽസായിട്ട് ലളിതകലാ അക്കാഡമികളിൽ പ്രദർശിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വിശ്രമ ജീവിതം കലാപ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ ആനന്ദകരമാക്കാമെന്ന് കാണിച്ചു തരികയാണ് ഈ 71കാരൻ. ടിബിൻ ഡൊമിനിക്കിനൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം.